പേഷ്യൻസ് എടുക്കുകയും ശനിയാഴ്ച പുതിയ പേഷ്യൻസ് ശനിയാഴ്ച പോവുകയും ചെയ്യും. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ പറയാമെന്നുള്ളത് നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്യുന്നതാണ്. ഇന്ന് രാവിലെ തന്നെ ആ അനുഭവങ്ങൾ പറയാനാണ് നിൽക്കുന്നത്. ഇതൊരിക്കലും ഇത് കണ്ടിട്ട് ഇതിലെല്ലാം നമ്മളുടെ കയ്യിൽ ചികിത്സ ഉണ്ടെന്നും ഇതിനെല്ലാം നിങ്ങൾ ഇവിടെ ട്രീറ്റ്മെന്റ് വരണമെന്നും പറയാനല്ല. പകരം ഇതൊരു എനർജി ഹീലിംഗ് ആണ്, മരുന്നില്ലാത്ത ചികിത്സയാണ്, ഡ്രഗ്ലെസ് തെറാപ്പിയാണ്. എന്ന് പറഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു ചികിത്സയാണ്. ആ ഒരു ചികിത്സ ചെയ്യുമ്പോൾ ഇത് ആളുകൾക്ക് എഫക്ട് ചെയ്യുമോ, അതല്ല ഇത് തട്ടിപ്പാണോ എന്ന് ചില ആളുകളിൽ പല സംശയങ്ങളും ഉണ്ടാക്കാം, ചിലവരുടെ ഒന്നോ രണ്ടോ പേരുടെ കമന്റുകൾ കൊണ്ട്. അപ്പൊ ആ കമന്റുകൾക്ക് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നടന്നിരുന്ന ഈ ഒരാഴ്ച കൊണ്ട് വന്നു പോകുന്ന ആളുകളെ ഒരാഴ്ച വന്ന് നിൽക്കണം എന്നാണ് നമ്മൾ പറയാം. ആ ഒരാഴ്ച വന്ന് നിന്ന് പോകുന്ന മറ്റു ജില്ലകളിൽ നിന്നാണെങ്കിൽ എറണാകുളത്താണെങ്കിൽ വന്ന് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ വന്ന് നിന്ന് പോകുന്നവരിൽ ഭൂരിപക്ഷം, ഈ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷവും അങ്ങനെ വന്ന് നിന്ന് പോകുന്നവരാണ്. അവരുടെ അനുഭവങ്ങളാണ് ഇത് ശരിയാണോ അല്ലേ, തെറ്റാണോ അല്ലേ, ഇതിൽ ഗുണമുണ്ടോ ഇല്ലേ എന്ന് പറയാൻ കഴിയാം. ഇതിൽ ഗുണമുള്ളവരെ പരിചയപ്പെടുത്തുക, അവരുടെ അനുഭവങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുക. അതല്ലാതെ നിങ്ങൾ ഈ രോഗങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാമെന്നൊന്നും ഞാൻ അവകാശപ്പെടാനല്ല. പകരം ഇതിൽ റിസൾട്ട് ഇല്ല എന്ന് പറയുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറുപടിയും, റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയും ഇതാ ചെയ്യാൻ കഴിയുക. പ്രാക്ടിക്കൽ സയൻസ് ആണ് ചെയ്യാൻ കഴിയുക. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നിങ്ങളുടെ പേര് അലി, ഒരു അലി എന്ന് പറഞ്ഞ പേര്, സ്ഥലയുടെ തൃപ്പനശ്ശേരി എന്ന് വന്നതാണ്. അദ്ദേഹത്തിന്റെ കൈ എപ്പോഴും ഇങ്ങോട്ട് തന്നെ, അയാളുടെ കൈ എപ്പോഴും ഇങ്ങനെ പൊക്കിയിട്ട് കാണിച്ചു വെച്ചിരിക്കും. വരുന്ന പോലെ സാറേ എന്ന് പറഞ്ഞിട്ട് കൈ പൊക്കിയിട്ട് കാണിക്കും. എന്താണ്, അയാളുടെ കൈക്കാണ് പ്രശ്നമുള്ളൂ, വേറെ ഒന്നിനും കുഴപ്പമില്ലാന്ന് പറഞ്ഞത്. ആക്സിഡന്റ് ആണ്. അപ്പൊ പിന്നെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കണ്ണടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ, എന്റെ കൈ ഉണ്ട് സാറേ എന്ന് പറഞ്ഞിട്ട് പൊക്കാൻ പറ്റൂലാത്തത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്തോ ടീയർ സംഭവിച്ചിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്, മസിൽ പൊട്ടി എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ നമ്മളിവിടെ കണ്ണടിച്ചിരുന്നാൽ മതി, മരിക്കോളെന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോ ആൾക്കാരെ തോന്നി എന്ത് ഇത് ആദ്യം തോന്നിയത് എന്താ, മേക്കുടി ടോക്കൺ തിരിച്ചു തരാനുള്ള, ആദ്യം ടോക്കൺ തിരിച്ചു തരാനുള്ളതാണ് തോന്നിയത്. അപ്പോ ആ അനുഭവം പുള്ളി പറയാൻ പോവാണ്. അപ്പൊ ഇവിടുന്ന് വീഡിയോ ഇങ്ങനെ എടുക്കാൻ പറ്റുമോ, ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടോ, ഓക്കെ അല്ലേ, അവരോട് പറയണ്ടേ, പക്ഷെ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, മറ്റേത് നല്ലത്. പോക്കട്ടെ. ഞാൻ പിന്നെ ഇത് സംഭവിച്ചിട്ട് ഇപ്പൊ 2 മാസമായി. അത് രോഗമല്ല, ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞത് രോഗമല്ല, ആക്സിഡന്റ് ആണ്. അപ്പോൾ ഇത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് എക്സ്റേ എടുത്തപ്പോൾ അതിൽ എല്ലിനൊന്നും പൊട്ടില്ല, മസിലിനാണ് പൊട്ട്. അപ്പോൾ അത് മാറുമെന്നാണ് ചോദിച്ചത്. എന്നോട് ഇരിക്കാൻ പറഞ്ഞു, ടോക്കൺ എടുത്തിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ എടുത്ത് ഇരുന്ന് പിന്നെ എനിക്ക് തീരെ സുഖം ഇന്നലെ വരെ ഉണ്ടായില്ല. വെള്ളിയാഴ്ചത്തെ ഇന്നലെയാണ് പകലിലാണ് എനിക്ക് സിറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സുഖം വന്നത്. അതുവരെ ഞാൻ ടോക്കൺ തിരിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ടോക്കൺ തിരിച്ചു തരികയാണ്, ഞാൻ പോവാണ്, എനിക്ക് കഴിയുന്നില്ല. ഞാൻ എൻ്റെ ജ്യേഷ്ഠനുണ്ട് ഇവിടെ, ജ്യേഷ്ഠൻ്റെ അടുത്തും പറഞ്ഞ് ഞാൻ പോയിട്ട് പിന്നെ ഡോക്ടർമാർ പറഞ്ഞ പണിയെ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. അവർ സ്റ്റഡ് ഇട്ടിട്ട് മസിലിനെ പിടിച്ച് അതിലേക്ക് വലിച്ച് കെട്ടിയിട്ട് പിന്നെ ഒരു 1.5 മാസം അങ്ങനെ ചെയ്യാൻ. ഇപ്പം പറ്റിയിട്ട് 2 മാസമായി. പറ്റിയതിൻ്റെ ശേഷം ഞാൻ US പോയിട്ട് അവിടുന്ന് തിരിച്ച് വന്നതാണ്, സുഖമില്ലാത്തതുകൊണ്ട്. ഞാൻ 2 മാസത്തിന് US എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, അതിന് പോയതാണ്. അവിടുന്ന് തിരിച്ചു പോകുന്നത് അത് സുഖമില്ലാത്തതിൻ്റെ വേദന കൂടിയപ്പോൾ. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ വിചാരിച്ച് 3-4 ദിവസം എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇത് സുഖമാവില്ല എന്ന് തന്നെ. അങ്ങനെ ഞാൻ ടോക്കൺ തിരിച്ചു കൊടുക്കാൻ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞു, സാറിൻ്റെ അടുത്തും പറഞ്ഞു. സാറിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സാർ തന്നെ പോയി ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇരുന്നു. ഇന്നലത്തെ സിറ്റിങ്ങിൽ എനിക്കിപ്പോൾ പറ്റി ഈ ഡയറക്ഷനിൽ, ഞാൻ ഈ കാണിക്കുന്ന ഈ ഡയറക്ഷനിൽ, ഹലോ കേൾക്കുന്നുണ്ടല്ലോ, ഈ ഡയറക്ഷനിൽ എനിക്ക് പൊക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, ഈ കൈ പൊക്കുന്ന പോലെ. അപ്പോൾ കുറേ പകുതിയിലേറെ എനിക്ക് പൊക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വേദന മാത്രമേ ഇപ്പോൾ ചെറുതായിട്ട് ബാക്കിയുള്ളൂ. അതിന് ഞാനൊരു വേദന മാത്രമേ ഇപ്പോൾ ചെറുതായിട്ട് ബാക്കിയുള്ളൂ. അപ്പോൾ ഞാനൊരു 10 സിറ്റിംഗ് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ രോഗം മാത്രമല്ല, ഇവിടെ ആക്സിഡന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു രോഗം പെട്ടെന്നുണ്ടായതാണല്ലോ, സാധാ വർഷങ്ങൾ. പിന്നെ അതുപോലെ എനിക്ക് പറയാത്തൊരു പിന്നെ അലർജി രോഗമുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല. ഇറച്ചിയും മറ്റേ ചിക്കനും, ബീഫും ചിക്കനും കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് അലർജി ഉണ്ടാവലുണ്ട്. അതിപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ടെസ്റ്റ് ചെയ്തു, ബീഫ് കഴിച്ചു, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പിന്നെ ഇന്ന് അതിലുണ്ടായിട്ടില്ല. ഹലോ കേട്ടാ, അവർ വന്നത് കൈയുടെ സംഭവത്തിന് വേണ്ടി വന്നേ. സർജറി ചെയ്താലേ ശരിയാവുള്ളൂ, മറ്റേ സാധനം കിട്ടാലേ ശരിയാവുമോ എന്നുള്ളത് പിന്നെ അറിയാം. ഇത് ഇവിടെ സ്ക്രൂ ഒക്കെ ഇട്ട് സെറ്റാക്കിയ ആവോ എന്നുള്ളത് പിന്നെ അറിയണം. പക്ഷെ അതിനാണ് വന്നത്, പോകാൻ പോയ ആളാണ്. പക്ഷെ എത്ര നാളായിട്ടുള്ള അലർജിയാ? അലർജി 4 വർഷം, കൊറോണ കഴിഞ്ഞതിന്റെ ശേഷമാണ് അലർജി വന്നത്. കൊറോണന്റെ കാലശേഷം ഇറച്ചി തിന്നാൻ പറ്റൂല, ബീഫും പറ്റൂല, ചിക്കനും പറ്റൂല. നിങ്ങൾ മെയ്ക്ക് പിടിക്കുമ്പോൾ ഹലോ കേൾക്കുന്നു, ചുണ്ടിനോട് ചേർത്ത് പിടിച്ചാലേ സൗണ്ട് പോകളെ. ബീഫും ചിക്കനും എനിക്ക് അലർജി ആയിരുന്നു ഇത്രയും കാലം. ഞാൻ എവിടെ ചെന്നാലും മട്ടൻ, ഫിഷ്, അല്ലെ വെജിറ്റബിൾ ചോദിച്ചു വാങ്ങി മറ്റേ കുറച്ച് കഴിച്ചാൽ തന്നെ പ്രശ്നമുണ്ട്. അലർജി എന്ന് പറഞ്ഞാൽ ചൊറിച്ചിൽ വരും. ബീഫ് കഴിച്ചാൽ ചൊറിച്ചിൽ വരും. പിന്നെ ചിക്കൻ കഴിച്ചാൽ മേലെ പൊങ്ങി വരും. ചൊറിച്ചിലല്ല, പൊങ്ങലുണ്ടാവും ചിക്കന്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ രോഗം ഒന്നും പറഞ്ഞു വരുന്ന സമയം കളയണ്ട. കാരണം ഇതൊരു എനർജി ബേസ് ചെയ്ത ട്രീറ്റ്മെന്റ് ആണ്. മറ്റൊരു തലത്തിലല്ല, ഒരു അലോപ്പതി ഡോക്ടറോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറോ ചെയ്യുന്ന സിസ്റ്റം അല്ല. ഇത് എനർജിയെ ബാലൻസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്താൽ, ആ എനർജിയുടെ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങളിലുള്ള എന്തെല്ലാം രോഗങ്ങളുണ്ടോ അത് മാറുമെന്നാ പറയാം. ഇതിപ്പോൾ ആക്സിഡന്റ് പറ്റിയതാണ്. ആ ആക്സിഡന്റിന് പറ്റിയ സംഭവത്തിന് ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ അത് മാത്രമല്ല ശരിയായ ചിക്കനും ബീഫ് കൂടി തിന്നാൻ പറ്റി. താങ്ക്സ്. ഓക്കെ, പറയാൻ പറ്റണവരുണ്ടെങ്കിൽ അങ്ങനെ വേഗം എഴുന്നേറ്റാല്. ഇതിങ്ങനെ കണ്ടാ പിന്നെ എന്ത് ചെയ്യൂല, ഇത് വലിയ പണിയാണ് അല്ലേ. ഒരു കാര്യം ചെയ്യും, നടുവേദനക്ക് ട്രീറ്റ്മെന്റ് ഒന്നൊരു എഴുന്നേറ്റ്, നടുവേദനക്ക് ട്രീറ്റ്മെന്റ് ഒന്നര എഴുന്നേറ്റിക്കുക. നടുവേദനക്ക് ട്രീറ്റ്മെന്റ് വന്നവർ എഴുന്നേറ്റ് നിൽക്കുക. അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായവർ, നടുവേദനക്ക് മാറ്റങ്ങൾ ഉണ്ടായവർ ഒന്ന് കൈവെക്കാവോ? മാറ്റങ്ങൾ ഉണ്ടായവർ കൈവെക്കുക. അവരൊന്നും ഇങ്ങോട്ട് വന്നാൽ മതി. പ്രശ്നം തീർന്നു. ഗ്രൂപ്പായിട്ട് നമുക്ക് കൂടെ നിൽക്കുമ്പോൾ പ്രശ്നമില്ല, ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ കുഴപ്പമുള്ളല്ലോ. നടുവേദനക്കാരുടെ സംസ്ഥാന സമ്മേളനം ആക്കാലോ നമുക്ക്. ഒരാൾ വന്നിട്ട്
90%, 95%. ഞാൻ തിങ്കളാഴ്ച പറഞ്ഞിരുന്നു 90-95%. ഹലോ, കേൾക്കല്ലേ? എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ ശനിയാഴ്ച കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അതിൽ മറ്റേതിൽ പെടാതിരിക്കാൻ നിങ്ങൾ ആയാ മതി എന്ന് പറഞ്ഞു. അപ്പൊ നടുവേദന ആകുമ്പോൾ എളുപ്പമാണ്. ഇങ്ങനെ പറയുമ്പോൾ എന്താവും? ധൈര്യപ്പെട്ട് പറയാം. പടപടയെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ പേര്, സ്ഥലം, ഡിസ്ക് ബൾജിങ് ആയിരുന്നെങ്കിൽ ബൾജിങ്, ഞരമ്പ് കുടുങ്ങിയതാണെങ്കിൽ ഞരമ്പ് കുടുങ്ങിയത്. മനസ്സിലായോ? ഈ ആളുകൾ കുടുങ്ങി കിടക്കുന്ന ഒരു സാധനമാണ്. ഞരമ്പ് കുടുങ്ങിയമ കിടപ്പുണ്ടാവും, ഡിസ്ക് ബൾജിമ കിടപ്പുണ്ടാവും. അപ്പൊ ഡിസ്ക് ബൾജൊക്കെ എന്റെ ഒരു കൊച്ചാപ്പുണ്ട്, വാപ്പനാ, പുള്ളിക്ക് ഡിസ്ക് ഇങ്ങനെ ബൾജായിട്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, എടാ നീ അവിടെ വന്നിട്ട് കണ്ണടിച്ചിട്ട് എന്റെ ഡിസ്ക് ബൾജായി കിടക്കാണ്, എന്റെ ഡിസ്ക് ഇങ്ങനെ തെറ്റി കിടക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ആ മനുഷ്യനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. അപ്പൊ അങ്ങനത്തെ ഡിസ്ക് ബൾജായ കേസുകൾ അല്ലെ, ഡിസ്ക് ബൾജായി എന്നുള്ളവരും കൈ നോക്കി, ഡിസ്ക് ബൾജു എന്ന് ഡോക്ടർ പറഞ്ഞവർ കൈവക്കി പിടിക്കും. ഇവർക്ക് കിട്ടാൻ വേണ്ടിയാ ഡിസ്ക് ബൾജായിരുന്നു. എത്ര നാളായി? ഞാനിവിടെ ചികിത്സ കഴിഞ്ഞ ജൂലൈയിൽ ഒരു പ്രാവശ്യം വന്നിട്ട് പോയതാണ്. എനിക്ക് അന്നേരം പ്രഷർ, ഷുഗർ എല്ലാത്തിനും ചികിത്സക്ക് ഈ നടുവേദന എല്ലാം ഉണ്ട്. ചുണ്ടിനോട് ചേർത്ത് പിടിച്ചാലേ ഇത് കിട്ടുള്ളൂ. അത് തിരിച്ചു അന്ന് ഒരു തിങ്കളാഴ്ച വന്ന് ശനിയാഴ്ച പോയതാണ്. അന്ന് നല്ല സുഖമായിട്ട് പോയതാണ്. ഇപ്പൊ ഞാൻ എന്റെ സ്നേഹിതനും ഭാര്യ ഉണ്ടായിരുന്നു, അവരുടെ കൂടി വന്നത് രണ്ടാമത് ചികിത്സക്ക്. ഇപ്പൊ നല്ല റാത്തുണ്ട്. നേരത്തെ നടുവേദന ചികിത്സിക്കാൻ വന്ന് ശരിയായി പോയതാണ്. എത്ര നാളും പോകുന്നതാ? ജൂലൈയിൽ 6 മാസം മുമ്പ്. പ്രഷർ, ഷുഗർ, ഒരു സ്ട്രോക്ക് ഉണ്ടായി ചെറിയ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതിന് ചികിത്സക്ക് വന്ന് ഞാനിപ്പം ഗുളിക ഫുള്ളായി ഒഴിവാക്കി. ഞാൻ 6 മാസം ഗുളിക കഴിച്ചില്ല. ഇപ്പം ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ സ്നേഹത്തിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് കണ്ടോട് വന്നു. ഇപ്പം വ്യത്യാസമുണ്ട്. ഓക്കെ, 6 മാസമായി. അപ്പൊ ചില ആളുകൾ ചോദിക്കാം, ഈ 5 ദിവസമായവരെ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. 5 ദിവസമായി എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച എടുത്തിട്ട് ശനിയാഴ്ച പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ വന്നവരെ മാത്രമേ നമുക്ക് 6 മാസമായവരും 1 വർഷമായവരെ കിട്ടുള്ളൂ. 6 മാസത്തിന് ശേഷം നടുവേദന ചിലവരെ സംശയമാണ്. ഇപ്പൊ മാറിയിട്ടുണ്ട്, ഇനി അപ്പം എന്താവും എന്നുള്ള സംശയമുണ്ട്. അതിന് ഒന്നാമത്തെ ആൾ തന്നെ ഞാൻ 6 മാസമായി ഗുളിക ഫുൾ ഒഴിവാക്കി. ഷുഗറിന്റെ പ്രഷറിന്റെ സ്ട്രോക്കിന്റെ എല്ലാ ഗുളിക ഒഴിവാക്കി. ഞാൻ കോഴിക്കോട് കാണിച്ച് ചികിത്സ നടത്തിയതാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ എല്ലാം സുഖമായി. ഇപ്പം ഗുളിക കഴിക്കുന്നില്ല. ഇത്രയും കാലമായിട്ട് ഗുളിക കഴിച്ചിട്ടില്ല. വെരി ഗുഡ്. ഇപ്പൊ എന്തായാലും സമാധാനം. നല്ല വ്യത്യാസം. ഡിസ്കിന് എന്താണെന്നാണ് പറഞ്ഞത്? ഡിസ്ക് എന്ന് പറഞ്ഞാൽ കാല് മൊത്തം വേദനയാണ്. നിൽക്കാൻ കഴിയില്ല. ഞാൻ കച്ചവടക്കാരനാണ്. ഇരിക്കാൻ കഴിയില്ല. ഒരു 5 മിനിറ്റ് നിൽക്കാൻ കഴിയില്ല. ബസ്സിലെല്ലാം പോകുമ്പോൾ ഇപ്പൊ അതൊന്നും ഇല്ല. ആ പ്രശ്നമൊന്നും ഇല്ല. ക്ലിയർ ആയി. വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഇതിനു മുമ്പ് ചെയ്തിരുന്നോ? ട്രീറ്റ്മെന്റ് കുറെ ചെയ്താണ്. എല്ലായിടത്തും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ചെയ്തു? ആയുർവേദിക്, മറ്റേ സാധാ ഇംഗ്ലീഷ് മീഡിയം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോമിയോ എല്ലാം ചെയ്താണ്. ഒന്നും നടന്നില്ല. ഓക്കെ, ഡിസ്ക് ബൾജ് വേറെ ആരാ? ഡിസ്ക് എൻ്റെ പേര് ശ്രീലത. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് ഡിസ്ക് പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു ഞരമ്പിന്റെ ഇടയിൽ ഒരു ചത കുരുങ്ങിയതാണ്. സാധനമാണ് നമുക്ക് ആവശ്യം. ഇതില്ല, ഈ സാധനമാണ് നമ്മുടെ ആവശ്യം. കാരണം എന്താ വെച്ചാൽ ഞരമ്പിന്റെ ഇടയിൽ ബഡ്ജ് ആയിട്ട് ഞരമ്പിന്റെ ഇടയിൽ ആ സാധനം ഞരമ്പ് രോഗികൾ വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നമാവാറ്. പൊതുവിൽ ഞരമ്പ് രോഗം കേൾക്കുമ്പോൾ തന്നെ എന്താവും? നമുക്ക് പ്രശ്നമാവും. അപ്പോൾ കാലിന്റെ പാദം തൊട്ട് മുട്ട് വരെ എനിക്ക് അനക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം മരവിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ആയുർവേദം നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് പ്രോബ്ലം ആയിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേദന കുറവില്ല, മരവിപ്പ് കുറവില്ല. ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ വന്നത്. ഒരാഴ്ചയായി എനിക്ക് ആ മരവിപ്പ് കാര്യം മാറിപ്പോൾ വിരലിലോട്ട് മാറി. ഇന്നിപ്പോൾ വലിയ പ്രോബ്ലം ഇല്ല. എനിക്ക് കുറവുണ്ട്, നല്ല രീതിയിൽ എനിക്ക് കുറവുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് 19 വർഷം കൊണ്ട് എൻ്റെ കൈ വിരൽ മടങ്ങാതിരിക്കും. ഞാൻ നൂന്നേ ഇരിക്കത്തുള്ളൂ കയ്യിലെ വിരൽ. പക്ഷേ ഇപ്പോൾ ഇതാ എനിക്ക് വിരൽ കംപ്ലീറ്റ് മടക്കാൻ സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. അതിശയമാണത്. കാരണം 19 വർഷം വാഷിംഗ് മെഷീനിനകത്ത് വിരൽ പോയിട്ട് ഡോക്ടർ വലിച്ച് കെട്ടിയൊക്കെ ഇട്ടതാ. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ വിരൽ മടങ്ങുന്നുണ്ട്. മറ്റേ എനിക്ക് പൈസ പിടിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. വിരൽ പോയതാ, തുണി അലക്കി. അതെ, അതിനുശേഷം ഈ വിരൽ മടക്കാൻ പറ്റും. എങ്ങനെ ഇരിക്കത്തുള്ളൂ എപ്പോഴും. പക്ഷേ ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് എനിക്ക് മടക്കാൻ പറ്റുന്നുണ്ട്. ഈ വിരൽ മടങ്ങാൻ പറ്റൂല എന്ന് അവർ എന്നോട് പറഞ്ഞിട്ടില്ല, മാറി. അപ്പൊ ചില ആളുകൾക്ക് പറയാൻ പറ്റാത്തതിലുള്ള ഒരു വിഷമം ഉണ്ടാവും. ആ വിഷമമുള്ളവർക്കാണ് വിഷമങ്ങൾ ഉണ്ടാവുക. അതെ, പിന്നെ ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗറിന് ഞാൻ ഇപ്പോൾ മരുന്നൊന്നും കഴിക്കുന്നില്ല ഈ ഒരാഴ്ച കൊണ്ട്. എന്തുകൊണ്ട് ബെറ്ററാണ്. നല്ല രീതിയിൽ തന്നെ ഇത് എനിക്ക് നല്ലൊരു അനുഭവമാണ്. എനിക്ക് ഇത് കംപ്ലീറ്റ് മാറും എന്നൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഇപ്പോൾ. ഓക്കെ, താങ്ക് യു. എന്റെ പേര് രചന. ഞാൻ തൃശ്ശൂർ. ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, നിലവിൽ ഒരാൾക്കാണ് മാറിയതെങ്കിൽ ചക്ക വീണ് മുയലെത്തതാന്ന് പറയാൻ പറ്റാ. അത് ഒരാൾക്കല്ല എന്ന് മാത്രമല്ല, ഒരു രോഗത്തിന് ചികിത്സിക്കുമ്പോൾ അതോടൊപ്പം അവർ പറയാത്ത പല രോഗങ്ങളും മാറും എന്നുള്ളതാണ് ഈ എനർജി ബേസ് ചെയ്ത് ഏതൊരു ട്രീറ്റ്മെന്റിനും ഒറിജിനൽ ട്രീറ്റ്മെന്റുകളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൻ പറയാത്ത രോഗവും മാറും എന്നുള്ളതാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഡോക്ടർമാരുടെ അടുത്ത് ചെന്നാൽ 5 രോഗങ്ങൾ ഉണ്ടെങ്കിൽ 4 രോഗങ്ങളെ പറഞ്ഞുള്ളെങ്കിൽ 5ാമത്തെ രോഗത്തിന് എന്തായാലും മരുന്നിട്ടില്ല. ആ 4 രോഗത്തിന്റെ കാര്യം വേറെ. അത് ആ അവസ്ഥ തന്നെയാണ് ഇവർ പറയുന്നത്. എത്ര വർഷമായിട്ട് നിങ്ങൾ ചികിത്സിക്കുന്നു കൂടി പറഞ്ഞാൽ അതിന്റെ രസം ഉണ്ടാവും. എനിക്കൊരു 3 വർഷം കൊറോണ കാലത്താണ് എനിക്കിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ ചികിത്സയൊന്നും ചെയ്തില്ല. ചികിത്സിക്കാൻ പോയിട്ട് ഇനി കൊറോണ വന്നോ വേറെ വല്ല വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ പോയില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം കൊറോണ കാലത്ത് പലരും നല്ല രീതിയിൽ വീട്ടിലിരുന്നു. കാരണം കൊറോണ വരാതിരുന്നാൽ മതിയായിരുന്നു. ബാക്കി വയറിളക്കം, പനിയും, ജലദോഷം, തുമ്മൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കൂടി പറ്റിയ ഒരു സാധനമായിരുന്നു. പനി, ജലദോഷം, വയറിളക്കത്തിനൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഹോസ്പിറ്റലിൽ വരണ്ടാന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് തന്നെ. നന്നായി. കഴിഞ്ഞ വർഷം ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് ഉഴിച്ചിലൊക്കെ നടത്തിയത്. പക്ഷെ കംപ്ലീറ്റ് ആയില്ല. അപ്പോഴേക്കും എനിക്ക് വേറെ ഒരു സാഹചര്യങ്ങളിൽ തിരിച്ചു പോരേണ്ടി വന്നു. അതിനുശേഷം മാറി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു വേദന ഉണ്ടായിരുന്നു മാത്രം. പക്ഷെ ഇവിടെ വന്ന ഡെമോ സെർച്ച് അയച്ചില്ലേ, ആദ്യത്തെ ദിവസത്തെ ഡെമോ, അതിൽ തന്നെ അപ്പൊ അതിൽ തന്നെ എനിക്ക് മാറി. ആ വേദന അപ്പൊ നന്നായിട്ട് കുറഞ്ഞു. ഇപ്പൊ പിന്നെ ഇതുവരെ തണ്ടലിന് ഒരു വേദന ഉണ്ടായിട്ടില്ല. എൻ്റെ പേര് സാലിമ. ഞാൻ കാലിക്കറ്റ് നിന്നായിരുന്നു.
പിന്നെ എനിക്കിതുപോലെ ഡിസ്ക് ബൾജ് ചെയ്തതാണ്. കാലിൻ്റെ അടി മുതൽ തല വരെ ഭയങ്കര വേദന, എപ്പോഴും കുറേ നേരം നിൽക്കാൻ പറ്റില്ല, തരിപ്പ് വേദന, അതുപോലെ മുട്ടിൻ്റെ അടിയിൽ വേദന, റുക്കുവൊന്നും ശരിക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ റുക്കുവൊക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ സുജൂദിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സുജൂദിൽ കാല് വിരലും ഒന്നും കറക്റ്റ് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ 5 വിരലും കുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പറയാത്തത് വയറ് കുറച്ച് കുറഞ്ഞ്, അതുപോലെ വേദനയ്ക്ക് നല്ല കുറവുണ്ട്, നല്ല മാറ്റമുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാനൊരു ഡ്രൈവറാണ്. കൈക്ക് 2 ഷോൾഡറും വേദനയായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ വേറൊരു പ്രയാസം ഉണ്ടായിരുന്നു, നടുവേദന ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ പറയാൻ മറന്നുപോയി. ഈ കൈയുടെ 2 വേദനയും കുറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നടുവേദനയില്ല. നടുവേദന മാറി, പക്ഷെ അത് പറയാൻ ഞാൻ മറന്നുപോയി. ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട്. 11ാമത്തെ സ്റ്റിപ്പിംഗ് ആണ് ഇന്നത്തെ. വൈക്കം, കോട്ടയം. സുരേന്ദ്രൻ. KSRTC ബസ്സിലെ ഡ്രൈവറായിരുന്നു. പക്ഷേ നടുവേദന നല്ലതായിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് കൈയുടെ വേദന പറഞ്ഞു അതിൻ്റെ പറഞ്ഞപ്പോൾ ഈ നടുവേദന മാറി, തനിയെ മാറി. അന്നേരം ഓർക്കുന്ന നടുവേദന ഇല്ലല്ലോ ഇപ്പം. ഓക്കെ, അപ്പൊ പറഞ്ഞാലേ രോഗം മാറുമെന്നുള്ള സയൻസ് നമ്മളിവിടെ പൊട്ടിക്കുന്നു. ഹലോ, രോഗം പറയാനായിട്ട് പറഞ്ഞേ, രോഗം പറയാനായി വരരുത്, പിന്നെ മാറാനായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, വെരി ഗുഡ്. വേറെ പറയാൻ പറ്റുന്ന ഒരു പേപ്പറി കൈമാറി കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടിയാണെന്ന് പറയുമ്പോൾ പ്രശ്നമില്ല. ഒരു 10-30 വർഷമായ ഒരു പള്ളിയിലെ ചീഫ് ഇമാമാണ് ഞാൻ. തിരുവനന്തപുരം ജില്ലയിലാണ്. അൽഹംദുലില്ലാ, കേരളക്കാർക്കും രോഗികൾക്കും ഒക്കെ തന്നിരിക്കുന്ന ഒരു വരദാനമായി നിസാർ ഡോക്ടറെ മനസ്സിലാക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ബന്ധങ്ങളും ആളുകളും ഒക്കെ ഉള്ളവരാണ്. 30 വർഷം പള്ളിയിലെ ചീഫ് ഇമാമായി ജോലി ചെയ്യുമ്പോൾ ആ ബന്ധങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ തന്നെ ഇവിടെ നടന്നിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം ഞാൻ പരിചയപ്പെടുത്തുകയും പലരോടും ചോദിക്കുകയും പലരെ വിളിക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും നല്ല അഭിപ്രായമാണ് അൽഹംദുലില്ലാ പറഞ്ഞത്. അല്ലാഹു തആല നിസാർ സാഹിബിന്റെ ആഫിയത്തും ഉന്നതമായ ഉയർച്ചയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് രോഗമില്ലാത്തവരെ രോഗികളാക്കി മറ്റുമൊക്കെ മനസ്സിനെ വിമ്മിഷ്ടമാക്കി പ്രയാസപ്പെടുത്തുന്ന ആളുകൾക്ക് ഒരു മോചനമായി അള്ളാഹു നൽകിയ മഹൽ വ്യക്തിയായി നിസാർ സാറിനെ ഞാൻ മനസ്സിലാക്കുന്നു. അൽഹംദുലില്ലാ, എനിക്കുള്ള ബുദ്ധിമുട്ട് നടുപിടുത്തം, നടുവേദന, സ്റ്റെപ്പ് കയറുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോളുണ്ട്, BP ഉണ്ട്. ഞാൻ ഡോക്ടറുടെ ഈ പറയപ്പെട്ട ഈ ഒരാഴ്ച മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിയതിൽ എന്റെ നടുപിടുത്തം ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറി. സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുമ്പോൾ വളരെ ആശ്വാസമാണുള്ളത്. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് ഗുളിക കഴിക്കുകയില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. ഷുഗറിന്റെ, BP-യുടെ, കൊളസ്ട്രോളിന്റെ ഒരു മരുന്നും വന്നതിന് ശേഷം കഴിച്ചിട്ടില്ല. നല്ല മനഃശോചനമുണ്ട്. ഇടയ്ക്കൊക്കെ രാത്രികൾ എഴുന്നേക്കും, മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ മാറി. ഭക്ഷണങ്ങൾ വളരെ നിലയിൽ നിയന്ത്രിച്ചതിന്റെ പേരിൽ മനഃശോചന ഭംഗിയായി, ശരീരത്തിൽ ഉന്മേഷം തോന്നുന്നു. അതുപോലെ തന്നെ എനിക്ക് വെയിറ്റ് കുറഞ്ഞതുപോലെ അനുഭവപ്പെടുകയാണ്. ഏതായാലും ശരി, കേരളക്കാർക്കും മലയാളികൾക്കും പ്രത്യേകിച്ചും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും എവിടെ കിടന്നും ഇരുന്നും ചികിത്സിക്കാൻ പറ്റുന്ന മഹത്തായ ഒരു ഭംഗിയായ നിലയിലുള്ള ചികിത്സാ രീതി ആണിത്. ഇത് ഫോളോ ചെയ്യണമെന്നും പരമാവധി നമ്മളെ ബന്ധപ്പെട്ടവർക്കും ഇഷ്ടവർക്കും മെസ്സേജ് കൊടുക്കണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ വൈഫുമായിട്ട് വന്നവരാണ്. അവർക്കും നടുവേദന ഉണ്ടായിരുന്നു, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അലർജി ഉണ്ടായിരുന്നു. അലർജി മാറി, തുമ്മൽ മാറി. ഞാൻ പിന്നെ നമ്മളെ പാതാളം അവിടെയാണ് ഞാൻ എടുത്തത്. ഇന്നലെ ഞാൻ ഇവിടുന്ന് പോകുന്നത് അവിടുന്ന് വരെ നടന്നാണ് പോയത്. യാതൊരു ബുദ്ധിമുട്ടും 2.5 കിലോമീറ്ററാണ്. നടക്കുന്ന സന്ദർഭത്തിൽ എന്റെ വൈഫിനൊക്കെ നീർവീഴ്ച ഉണ്ടാവുകയും ചുമയ്ക്കുകയും ഒക്കെ ഉണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ നീർവീഴ്ച ഉണ്ടായില്ല, ചുമയുണ്ടായില്ല, തുമ്മലുണ്ടായില്ല. ഞാൻ എന്റെ വൈഫും വന്നതിന്റെ 50% വിഷയം മാറിയിരിക്കുകയാണ്. ഇനി ഇൻഷാ അള്ളാഹ് തുടർന്നുകൊണ്ട് ബാക്കിയും കൂടെ നടത്താൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ്. ഇന്നലെ എന്റെ ഉസ്താദ്മാർ വിളിച്ചിരുന്നു, ഞാനുമായി ബന്ധപ്പെട്ട ചില മുതലാളിമാർ വിളിച്ചിരുന്നു. ഞാൻ പള്ളിയിൽ ഒരു ഇമാമായതുകൊണ്ട് ഇന്നലെ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവർക്ക് ചെല്ലുമ്പോൾ ഒരു പ്രതീക്ഷയിലാണ്. ഇപ്പോൾ വേറൊരാൾ പറഞ്ഞതുപോലെ റുക്കൂ നല്ല പറ്റത്തില്ലായിരുന്നു. അത്തഹിയാത്തിൽ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന പോലെയായിരുന്നു. ഇപ്പൊ അവസാനത്തെ അത്തഹിയാത്തിൽ തന്നെ ഇരിക്കുന്നു. റുക്കൂ വളരെ ഭംഗിയായി ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കൈവിരലുകൾ നമുക്ക് പിടിക്കുന്ന സന്ദർഭത്തിൽ നല്ലപോലെ മടങ്ങുമെങ്കിലും ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ വളരെ ഭംഗിയായി ബലത്തോടു കൂടെ പിടിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഒരു ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ ഉടനെ പോകാനുള്ള ഒരു ആഗ്രഹമുണ്ട് ഹജ്ജിന്റെ സമയത്ത്. അപ്പൊ അതെനിക്ക് മേലൊരു ഉദ്ദേശമാണ്. അവിടെ ഒരുപാട് നടക്കാനുണ്ട്, അവിടെ ഒരുപാട് ചുറ്റാനുണ്ട്, അവിടെ ഒരുപാട് സഞ്ചാരങ്ങളാണ്, അടങ്ങിക്കിടക്കലല്ല. അപ്പൊ അതിനു മുമ്പ് ഒരു ലക്ഷ്യം വെച്ചും കൂടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ വന്നത്. എന്റെ പ്രിയപ്പെട്ട നാസർ മുസ്ലിയാർ പുന്നപ്രയുള്ള അദ്ദേഹം വൈഫായിട്ട് ഇവിടെ വന്നിട്ടുള്ള അനുഭവമാണ് എന്നോട് പറഞ്ഞത്. സാറിന്റെ കൂടുതൽ വീഡിയോകൾ ഞാൻ കണ്ടിട്ടില്ല, ക്ലാസ്സിൽ കൂടുതൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം എനിക്ക് ഉറപ്പും വിശ്വാസമുള്ള ആളായതുകൊണ്ട് ആ ഒരൊറ്റ നിലപാട് സ്വീകരിച്ചിട്ട് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് സാറിന്റെ എന്തൊക്കെയാണ് നിയമം എന്നറിയാതെ ആദ്യത്തെ ദിവസം വന്നിട്ട് ഞാൻ എന്ത് ചെയ്തത്, ഗുളിക വല്ലതും കഴിക്കണോ സാറേ എന്ന് ചോദിക്കാനുള്ള കാരണം. മൊത്തത്തിൽ എനിക്ക് മനസ്സിലാക്കിയപ്പോൾ സാറിന്റെ ലെവൽ ആദ്യമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ ചെയ്യും ശരി, ഒരു 10-450 പേര് ഒരു ദിവസം ചികിത്സിക്കാൻ വേണ്ടി 1 മിനിറ്റ് രോഗം പറയാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ 450 മിനിറ്റ് പോകും. അപ്പോൾ സാറിന്റെ നിലപാടുകൾ, കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തിരുന്നാൽ വീഡിയോ കേൾക്കുന്നതിനേക്കാൾ ഭംഗിയായി ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യുമെന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് ഉണ്ടാവുകയും എന്റെ കൈവിരലുകളൊക്കെ ഭംഗിയായി പിടിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ, മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് പൂർണ്ണമായും മാറുമെന്ന് വിഷം കഴിക്കാതെ മരുന്നുകൾ ചികിത്സിക്കാൻ
ബാധിക്കാതെ നല്ല ഉറപ്പോടുകൂടെ വിശ്വാസത്തോടുകൂടെ എന്നോട് ചോദിച്ചിരുന്നു, ഇത് വല്ല ശാത്തം സേവയാണോ, വേറെ വല്ല നിലപാടുകളൊക്കെ ആണോ, അല്ലെങ്കിൽ ഗൾഫിൽ കിടക്കുന്ന ആൾ, വീട്ടിൽ കിടക്കുന്ന ആൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ സാർ പറഞ്ഞല്ലോ എങ്ങനെ വേണോ നിങ്ങൾ കിടന്നോ, എന്റെ പൈസയും തരണം, ആ പറയപ്പെട്ട സമയം നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം, എന്നിട്ട് നിങ്ങൾ എങ്ങനെ കിടന്നുറങ്ങിയാലും രോഗം മാറുമെന്ന് ഞാൻ ഒറ്റ അനുഭവം ഇവിടെ പറഞ്ഞു നിർത്തുകയാണ്. ആദ്യത്തെ ദിവസം ഞാൻ ഇവിടെ വന്നു ഇരുന്നിട്ട് വൈകുന്നേരം റൂമിൽ പോയിട്ട് സാറ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ വെച്ചുള്ള ആ ചികിത്സ ചെയ്യണം എന്നുള്ള സമയത്ത് എന്ത് ചെയ്തു, ഫോളോ ചെയ്തു. അതനുസരിച്ച് കട്ടിൽ നേരെ ഇങ്ങനെ ചാരിയിരുന്നു, ഞാൻ വൈഫും കൂടെ ഇരുന്നു. സുബ്ഹാന റബ്ബി, എന്തെല്ലാം അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പ്രയാസങ്ങളും വിഷമങ്ങളും. ഞാൻ ഇതിപ്പോ പറയുന്നത് അതുപോലെ എത്രയോ മണിക്കൂറുകളും അതിനു മുമ്പും പിമ്പൊക്കെ ഇരുന്നിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതേ അവസരത്ത് സാറ് പറഞ്ഞ സമയത്ത് നമ്മൾ അതനുസരിച്ച് ഇരുന്നപ്പെടുത്തേന് നമ്മളിൽ എത്ര ദൂരമായാലും എവിടെയായാലും ശരി അവിടെ വെച്ച് ചികിത്സ നടക്കും എന്ന് പറഞ്ഞത് അനുഭവമാണ്. ആ ബുദ്ധിമുട്ടുണ്ടായപ്പോ തിരിഞ്ഞു കൃത്യമായ നിലയിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പൊ 4Gയുടെയും 5Gയുടെ ഒക്കെ കണക്കശയൊക്കെ പറഞ്ഞിട്ട് വളരെ ഭംഗിയായ ലെവലുകളാണ്. അപ്പൊ അതനുസരിച്ച് തന്നെ ഇവിടുത്തെ അനുഭവമാണ്. അനുഭവം നിഷേധിക്കാൻ ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കൂടെ മെസ്സേജ് കൊടുത്തു നമ്മുടെ നിസാർ സാറിന് വേണ്ടി പ്രത്യേകം ദുആ ഞാൻ പറയുകയാണ്. എന്റെ ദുആയിൽ ഇൻഷാ അല്ലാഹ് അത് ഉണ്ടാവും. എന്നെ കൊണ്ട് പറ്റുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുകയും ഇതിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നു മാത്രം ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.